ഒരു ഗ്ലാസ് സ്ലാബ്, പ്രിസം, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ് എന്നിവയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ അപവർത്തന പാത വ്യക്തമാകുന്നതിനുള്ള ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ഗ്ലാസ് ടാങ്ക്, വെള്ളം, അല്പം ഡെറ്റോൾ, ഗ്ലാസ് സ്ലാബ്, പ്രിസം, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, 2 ലേസർ ടോർച്ചുകൾ എന്നിവയാണ്. ഗ്ലാസ് സ്ലാബിൽ വെള്ളമെടുക്കുക. ഇതിലേക്ക് അല്പം ഡെറ്റോൾ ചേർക്കുക. പ്രകാശപാത വ്യക്തമായി മനസ്സിലാക്കുന്നതിനാണ് ഡെറ്റോൾ ചേർക്കുന്നത്. ഗ്ലാസ് സ്ലാബിനെ ഗ്ലാസ് ടാങ്കിനുള്ളിലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ ക്രമീകരിക്കുക. ലേസർ ഉപയോഗിച്ച് ഗ്ലാസ് സ്ലാബിൻ്റെ ഒരു വശത്ത് പ്രകാശ ബീം പതിപ്പിച്ചു നോക്കൂ. പ്രകാശ ബീമിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇതേ പരീക്ഷണം ഒരു പ്രിസം ഉപയോഗിച്ചും ആവർത്തിക്കുക. പ്രകാശ ബീം പ്രിസത്തിൻ്റെ ബേസ് ഭാഗത്തേക്ക് ചെരിഞ്ഞ് വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരു കോൺവെക്സ് ലെൻസ് ഗ്ലാസ് ടാങ്കിനുള്ളിലെ വെള്ളത്തിൽ ക്രമീകരിക്കുക. ഇതിലേക്ക് 2 ലേസർ ടോർച്ചുകളിൽ നിന്നുള്ള ബീമുകൾ സമാന്തരമായി പതിപ്പിക്കുക. കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശകിരണങ്ങൾ അപവർത്തനത്തിന് ശേഷം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ചും ഇതേ പരീക്ഷണം ആവർത്തിക്കും. കോൺകേവ് ലെൻസിൽ പതിക്കുന്ന പ്രകാശകിരണങ്ങൾ അപവർത്തനത്തിന് ശേഷം ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിൽ നിന്നും അകന്നു പോകുന്നതായി കാണാൻ കഴിയും. ഇതേ ഗ്ലാസ് ടാങ്കും വെള്ളവും ഉപയോഗിച്ച് പ്രകാശത്തിൻ്റെ പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന പ്രതിഭാസം കൂടി നമുക്ക് പരിശോധിക്കാം. ഇതിനായി ലേസർ ടോർച്ച് ഗ്ലാസ് ടാങ്കിൻ്റെ അടിഭാഗത്ത് ക്രമീകരിച്ച് പ്രകാശ ബീം ജലനിരപ്പിൽ പതിക്കുന്ന പോലെ ക്രമീകരിക്കുക. പ്രകാശ ബീം ഗ്ലാസ് ടാങ്കിലെ വെള്ളത്തിനുള്ളിലൂടെ പൂർണ്ണ ആന്തരിക പ്രതിഫലനത്തിന് വിധേയമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇൻ ദിസ് വീഡിയോ വി ആർ ഡൂയിങ് an experiment on refraction of light through a glass slab, prism, convex lens and concave lens. Materials needed for the experiment are a glass tank, little quantity of Dettol or liquid soap, 2 laser torches and a glass slab, prism, convex lens and concave lens and water. Fill the glass tank up to 5 centimeters with water. Add a few drops of Dettol. Fix the glass slab in the water. Now shine the laser torch and notice you can observe the bending of light. Now we can do the same experiment using prisms. Fix 2 prisms inside the glass box. Shine the laser torch through the one face of the prism. You can observe light bent towards the base. Now place a convex lens inside the glass box and light 2 laser torches parallel. We can see the refraction through the convex lens. You can observe the focus. In a convex lens, after refraction, the light rays converge into a point. Now, we can do the experiment with a concave lens. We can see the divergence of light rays. In a concave lens, after refraction, light rays diverge. Now we can do another attractive experiment with the same box. Light the laser torch from the bottom to the edge of the water level and then we can observe the total internal reflection.